ന്യൂമാൻ 5:51 എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഇത് സംസാരം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഗുണമുണ്ടാവണ്ടേ? നിങ്ങളെ ഈ ചീത്ത പറയാനും തെറി പറയാനും അല്ലാണ്ട് സംസാരിക്കാൻ അറിയാം. എന്തിനാണ് ന്യൂമാനെ നിങ്ങൾ ഇത്ര പച്ചത്തെറി വിടാന്ന് പറയുന്നത്? ന്യൂമാനെ എന്തിനാ നിങ്ങൾ ഈ തെറി പറയുന്നത്? ഇവിടെ ഇത്ര നേരം ഇവിടെ തെറി പറഞ്ഞ എന്തിനാ? കുറച്ചേരം കേൾക്ക് സുഹൃത്തെ. അല്ല, അതിനെ ഞാൻ ചോദിക്കുന്നത്. ഇത്ര നേരം നിങ്ങൾ തെറി പറഞ്ഞു വിടുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയൂ ആദ്യം. ജോസഫേ ഒന്ന് ചോദിച്ചാ, നിങ്ങൾ എല്ലാവരോടും ചോദിച്ചു ഈ പുള്ളി എന്തിനാ ഇത്ര നേരം വിടുന്നുണ്ട് തെറി പറഞ്ഞെന്നൊന്ന് ചോദിച്ചേ, നിർത്താതെ ഒന്ന് ചോദിച്ചേ. ഞാൻ സംസാരിച്ചിട്ട് അത്രയും നേരം സംസാരിച്ചിട്ട് ബ്രദറെ എന്നല്ലാതെ വിളിച്ചല്ലാതെ ഞാൻ സംസാരിച്ചിട്ട് ന്യൂമാനെ തെറി പറയാതെ ഞാൻ പറയാം. അജീഷ് തെറി പറഞ്ഞെങ്കിൽ ന്യൂമാനും തെറി പറയാൻ അനുവദിക്കില്ലെങ്കിൽ ഞാൻ പോകട്ടെ. കരയല്ലേ, ഇങ്ങനെ കരയല്ലേ? ഇത് കുഞ്ഞു പിള്ളേര് പറയുന്ന കണക്കാണല്ലോ. എനിക്ക് മുട്ടായി തന്നില്ല, ഞാനിന്ന് സ്കൂളിൽ പോകൂല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണേ? ന്യൂമാനെ അല്ലല്ല, ഒരു മിനിറ്റ് ന്യൂമാനെ, താങ്കൾ ഒരു സത്യസന്ധനാണെങ്കിൽ മുഹമ്മദ് ഒരു സത്യസന്ധനായ പ്രവാചകനെ വിശ്വസിക്കാൻ ഞാനിവിടെ തെറി പറഞ്ഞു ഇല്ലയോ? മുഹമ്മദിന്റെ കാര്യത്തെ കുറിച്ച് പറയല്ലേ? നിങ്ങൾ എന്റെ വിശ്വാസത്തെ കുറിച്ച് പറയും. എന്റെ വിശ്വാസത്തെ കുറിച്ച് പറയും. മുഹമ്മദ് നിങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ട ആളല്ലേ? വിശ്വാസത്തെ കുറിച്ച് ചോദിക്കും. നിങ്ങൾ വളരെ മോശമായ രീതിയിലല്ലേ പരാമർശം നടത്തണം. അതുകൊണ്ടാണ് പറയേണ്ടതെന്ന് പറയുന്നത്. ശരി, ഒരു മിനിറ്റ് ജോസഫ്, ഒരു മിനിറ്റ്. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, ന്യൂമാന്റെ വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് ആരാണ്? അതല്ലേ മര്യാദ. മര്യാദയ്ക്ക് ചോദിക്കുകയാണ്, ന്യൂമാന്റെ വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ആരാണ്? വിശ്വാസത്തെ ഞാൻ പറയാത്തോളം കാലം നിങ്ങൾ എന്റെ വിശ്വാസത്തെയും പറയാണ്ടിരിക്കാന്നുള്ളതാണ്. എന്താണ് വിശ്വാസം എന്ന് നിങ്ങൾ പറയുക. അതിന്റെ വിശ്വാസം ഞാൻ ചോദിക്കുന്നതിന് മറുപടി നിങ്ങളുടെ വിശ്വാസം എന്താണ് അതൊന്ന് പറഞ്ഞേ. ന്യൂമാനെ, നിങ്ങളുടെ വിശ്വാസം എന്താണ്? വിശ്വാസം മനസ്സിലായി. നിങ്ങളൊരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി, എന്നിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി. ശരി. അതിപ്പോ മനുഷ്യന്മാർക്ക് പോലും അടുത്തുകൂടാൻ പറ്റാത്ത ഒരു കള്ളനായിരുന്നു മുഹമ്മദ് എന്നാണ് എന്റെ വിശ്വാസം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല. അല്ല ഞാനൊരു കാര്യം ചോദിച്ചില്ല, താങ്കൾ മനുഷ്യനായിട്ടല്ലേ? അല്ല ഈ മുഹമ്മദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറിയമോ എന്തെങ്കിലും മോശമാണെന്നോ, ജോസഫോ ഔസേഫോ അല്ലെങ്കിൽ ഇടപെടല്ലേ ഒരു മിനിറ്റ്, ന്യൂക്ലിയർ ഇടപെടല്ലേ? ഞാൻ കൊടുത്തോളാം. അയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഖുറാനിൽ പറയുന്ന ഈസ എന്ന് പറയുന്നവൻ കള്ളനാണ്. ഈ ഖുറാനിൽ മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ യോഹന്നാൻ അല്ലാണ്ട് മറ്റ് ഏതെങ്കിലും അപ്പോസ്തലന്മാര് യേശുവിന്റെ ശിഷ്യനായിരുന്നായിട്ട് അറിയാവോ? ഏത് ബേസിലാണ്? വഹിയുടെ ഇതിന്റെ വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇവരൊക്കെ ഇനി ന്യൂമാനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ന്യൂമാനെ അവരിപ്പോ ഈ ശിഷ്യന്മാരായിട്ടുള്ളവര് മാത്രമായിരിക്കണം ബൈബിൾ എഴുതേണ്ടിയിരുന്നത്, ശരിയല്ലേ ന്യൂമാന്റെ വാദം? ആണോ? ചുമയൊക്കെ അങ്ങോട്ട് മാറട്ടെ, പറഞ്ഞേ. ശിഷ്യന്മാര് മാത്രമേ ബൈബിൾ എഴുതാൻ പാടുണ്ടായിരുന്നുള്ളൂ, ശരിയല്ലേ? അഷ്റഫ് റഹ്മാനെ ഒന്ന് പറഞ്ഞേ. അഷ്റഫ് റഹ്മാൻ ഒന്ന് പറഞ്ഞേ. ശിഷ്യന്മാര് മാത്രമേ ബൈബിൾ എഴുതാൻ പാടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ശിഷ്യന്മാരുടെ പേര് വായിക്കട്ടെ. മുഹമ്മദിന്റെ ശിഷ്യന്മാരുടെ പേര് വായിക്കാം. കേട്ടോണേ. ഞാൻ കുറച്ച് ശിഷ്യന്മാരുടെ പേര് വായിക്കാം. നിങ്ങൾ ആരും മോശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ ഞാൻ നിൽക്കില്ല കേട്ടോ. നിൽക്കണ്ട. മോശമല്ല, ഖുറാൻ വായിക്കുന്നത് മോശമാണോ? ഖുറാൻ എഴുതിയ മുഹമ്മദിന്റെ ശിഷ്യന്മാരുടെ പേര് വായിക്കാൻ പോവാണ്. അധ്യായം 2 അൽ ബക്കറ, പശു. അധ്യായം 3 കരയാൻ പോവാണെന്ന് ആ തോർത്തൊക്കെ എടുത്ത് കൈ വെച്ചോ. ഞാൻ കണ്ണീര് തുടയ്ക്കാൻ ആരും വരത്തില്ല, തന്നെ ഇരുന്ന് മൂക്ക് പിഴിഞ്ഞാൽ മതി. 3-ാം അധ്യായം ആലു ഇമ്രാന്റെ കുടുംബം എഴുതിയത് മുഹമ്മദിന്റെ ശിഷ്യന്മാരാണ്. 4 നിസാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകള്. ശിഷ്യന്മാര് മാത്രമല്ല, ശിഷ്യകളും ഉണ്ടായിരുന്നു കേട്ടോ. 5-ാം അധ്യായം മായിദ എന്ന് വെച്ചാൽ ഭക്ഷണത്തളിക. ഭക്ഷണത്തളികയൊക്കെ പുള്ളിയുടെ ശിഷ്യന്മാര്.
6-ാം അധ്യായം കാലുകൾ. ഓ, കാലുകൾ വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കാലുകൊണ്ടാണോ എഴുതിയത്, വാലുകൊണ്ടാണോ എഴുതിയത്? ഇനി 16-ാം അധ്യായം തേനീച്ച. നല്ല കുത്തായിരുന്നെന്ന് തോന്നുന്നു. മുഹമ്മദ് എന്താ കരയുവാണോ? ആ മൂക്കൂടെ പിഴിഞ്ഞ അവിടെ ഉണ്ടോ? ഒരു പാരസെറ്റമോൾ ഗുളികയും കഴിക്കും. അയ്യോ, ഇനി ഗുളിക കഴിക്കാൻ പാടില്ലല്ലോ. അടുത്തത് 18-ാം അധ്യായം ഗുഹ. ഗുഹയൊക്കെയാണ് കുത്തിയിരുന്ന് എഴുതിയത്. നമ്മുടെ ബൈബിളിനകത്ത് ഏലിയാവ് ഗുഹയ്ക്കകത്ത് പോയിരുന്നു. ഇതെന്താ കരയുവാണോ? ഇതെന്താ പുള്ളി കരയുവാണോ? ആരേലും ആ പുള്ളി അയ്യോ കരയുവാണോ? രാരോ രാരിരാരോ ഒരു പാട്ടൊക്കെ പാടിയ പുള്ളി കരയുവാ. ഇനി 18-ാം അധ്യായം ഗുഹ. 27-ാം അധ്യായം ആരാണ് എഴുതിയെന്നറിയാം? ഉറുമ്പ്. ഉറുമ്പില്ലേ, നമ്മുടെ കട്ടുറുമ്പ്, മണിയനുറുമ്പാണോ? മാന്യതയോ? ഇതെന്താ സംഭവം? ആരെയും കരയുന്നേ? ആരെങ്കിലും ആയിക്കോട്ടെ. 27-ാം അധ്യായം ഉറുമ്പ്. 29-ാമത്തെ അധ്യായം എഴുതിയത് ആരാന്നറിയോ? എട്ടുകാലി. പുള്ളി വല വിരിച്ച് എഴുതുമായിരുന്നു കേട്ടോ. വല വിരിച്ചിട്ട് പുള്ളിയുടെ മുഹമ്മദിന്റെ ശിഷ്യന്മാരാ. കാരണം ശിഷ്യന്മാരായിട്ടുള്ളവർ മാത്രമേ പുസ്തകം എഴുതാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദിന്റെ ശിഷ്യനായിരുന്നു എട്ടുകാലി. വലിയ വലയൊക്കെ അങ്ങോട്ട് വലിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് കുത്തിയിരുന്ന് എഴുതുമായിരുന്നു പുള്ളി. ബോൾ പേനയാണോ അതോ മഷിപ്പേനയാണോ എന്നൊന്ന് പറയണേ. ഇനി അടുത്തത് നോക്കിക്കോണം. 44-ാം അധ്യായം എഴുതിയത് പുക. മറ്റേ സാധനത്തിന്റെ പുകയായിരിക്കും കേട്ടോ. ഇല്ല സാധനമൊക്കെ ആവി പിടിക്കുന്ന മറ്റേ കഞ്ചാവില്ല, അതിന്റെ പുകയായിരിക്കും എഴുതിയത്. കാരണം അതിട്ട് വലിച്ചെങ്കിൽ ഈ പുസ്തകം എഴുതാൻ പറ്റത്തുള്ളൂ. ഇവന്റെ ഒക്കെ പുസ്തകം എഴുതണമെങ്കിൽ അതിട്ട് വലിക്കണം, ഉറപ്പുള്ള കാര്യമാണ്. കട്ടുറുമ്പേ ഇതേ അബ്രഹാം ബ്രദറെ, 29-ാം അധ്യായം അബ്രഹാം ബ്രദറിന്റെ ഡീപ്പിലൂടെ പോവുകയാണ്. ഇനി 57-ാം അധ്യായം ഇരുമ്പ്. ഇരുമ്പൊക്കെയാണ് ഇരുന്ന് പുസ്തകം. അപ്പൊ മുഹമ്മദിന്റെ ശിഷ്യന്മാരാണിത് കേട്ടോ. ശിഷ്യന്മാര് മാത്രമേ എഴുതാൻ പാടുള്ളൂ, വേറെ ആരും എഴുതാൻ പാടില്ല. എന്നാ തോൽവിയാണോ ഇവനൊക്കെ? ഗുഹയൊക്കെ ഇരുന്നത്. ഏലിയാവ് ഗുഹയ്ക്കകത്ത് പോയിരുന്നെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവന്റെ ഗുഹ ഇരുന്നുകൊണ്ട് എഴുത്തായിരുന്നു. അള്ളാഹു ഇറക്കി കൊടുക്കും, കുത്തിയിരുന്ന് എഴുതും. ആനയൊക്കെ കുറെ എഴുതിയിട്ടുണ്ടെന്നേ ഞാൻ അത്രയും വരെ പറഞ്ഞു നിൽക്കുക. അത് കേട്ടപ്പോ തന്നെ പുള്ളി ഓടി. മറ്റേ ഇത് അടിക്കാൻ പോയതായിരിക്കും, 2 പുകയെടുക്കാൻ പോയതായിരിക്കും. പുള്ളി പ്രായമുള്ള ആളാണ്. പുള്ളിക്ക് എന്ത് സുഖമില്ല, പുള്ളിക്ക് മാനസിക രോഗമല്ലായിരിക്കും. അല്ലെങ്കിൽ ഈ സത്യം ഖുറാനിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് പറയണ്, നുണ പറയണ് എന്നൊക്കെ ഈ പുള്ളിക്ക് തോന്നുന്നത്. എന്നായാലും പുള്ളി തിരിച്ചു വരും. പുള്ളി അങ്ങനെ ഒന്നും പോവില്ല. കുഞ്ഞിപ്പിള്ളാര് സ്കൂളിൽ പോകാൻ നേരം കുഞ്ഞിപ്പിള്ളാര് സ്കൂളിൽ പോകാൻ നേരം വാശി പിടിക്കാൻ നടക്കാം. ഞാൻ പോവുവേ, എനിക്ക് മുട്ടായി മേടിച്ച് തരുമെന്നുണ്ടെങ്കിൽ ഞാൻ പോവുവേ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിപ്പിള്ളാര് നിൽക്കുന്ന കണക്കാണ് പുള്ളി നിൽക്കുന്നത്. എന്റെ ശബ്ദവും പോയി, ചൂടുവെള്ളം കുടിക്കേണ്ട അവസ്ഥ ചോദിച്ചേ. റൂമിൽ നിന്ന് പോകാൻ നോക്കുമ്പോ പിന്നെയും പുള്ളി കയറി വരും. രാജകുമാരൻ ബ്രദർ നല്ലൊരു കമന്റ് ഇട്ടുണ്ട്. സ്പൈഡർമാൻ മുസ്ലിമാണ്, കാരണം 8 കാലി. സൂപ്പർമാൻ എന്തൊക്കെയാണ്? അല്ല, സൂപ്പർമാൻ പ്രവാചകനല്ല. കാരണം എന്താ അറിയാ, പുള്ളി ഷഡ്ഡി പുറത്തിടുമല്ലോ. അല്ല, സത്യം പറയാ, പുള്ളി ഷഡ്ഡി പുറത്തിടുന്നതുകൊണ്ടേ ഇവർക്ക്, കാരണം പുള്ളിക്ക് അധികമുള്ള സമയം ഇല്ലായിരുന്നല്ലോ, അത് കാരണം. മറ്റേ പുള്ളിക്ക് മറ്റേ കറുത്ത തുണി അടിച്ചു മാറ്റുന്ന പരിപാടി ഉള്ളതുകൊണ്ട് ഈ ഷഡ്ഡി പുറത്തിടുന്ന ആൾക്കാരെ ഷഹാത്തേരുമ ചൊല്ലിക്കത്തില്ലായിരുന്നു. അല്ല, അജീഷ് ബ്രദർ, ഈ ന്യൂമാൻസ് കോളേജിലല്ലേ ജോസഫ് മാഷിന്റെ കൈവെട്ടി, അതിനെ സ്മരിക്കാൻ വേണ്ടിയാണ് പുള്ളി ന്യൂമാൻ എന്ന് പേരിട്ടുകൊണ്ട് നടക്കുന്നത്. അഷ്റഫ് ചിലപ്പോ അതിൽ പ്രതിയായിരിക്കുള്ളൂ, 1-ാം പ്രതിയായിരിക്കും അദ്ദേഹം ആണെങ്കിൽ. അത് കഴിഞ്ഞ് പറയാൻ പറ്റൂല. അങ്ങനെ ശിഷ്യന്മാർ എഴുതിയെങ്കിൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. മുഹമ്മദിന്റെ ശിഷ്യന്മാരാ. ഗുഹ, 2 പുക, 4 കാലി, 2 പശു, കേട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇത്രത്തോളം മോശമാക്കി, ഇപ്പൊ നമ്മുടെ പുസ്തകത്തെയാണ് മോശമാക്കി പറഞ്ഞത്, മനസ്സിലായോ? എന്നിട്ട് ഇനിയും വന്നിട്ട് പറയാം നമുക്ക് സൗഹൃദം സ്ഥാപിക്കണ്ടേ. അവന്റെ സൗഹൃദമായിട്ട് വന്നിരിക്കുന്നു, കള്ളവിടുക. തോറ്റ് സുല്ലിടുമ്പോഴത്തേക്ക് അങ്ങനെ വരും. അല്ല, ഇവർ ഈ പറയുന്ന സൗഹൃദം ഇതുപോലെ നുണ പ്രചരിപ്പിക്കാനാണ്. നമ്മളെടുത്ത് വായിച്ചു ഖുർആൻ 5:51 നേരെ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, വിശ്വസിച്ചവരെ എന്തു കുന്തെങ്കിലും ആകട്ടെ, ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ. അല്ലെന്നേ,
അല്ല എന്തുകൊണ്ടോ ക്രിസ്ത്യാനിയെയും അല്ല യഹൂദരെയും അങ്ങനല്ല അങ്ങനല്ല കുറ്റമിത്രങ്ങളാക്കരുത്. സത്യാവ്രതരെ നിങ്ങളെ ഒരു വാക്ക് വിഴുങ്ങരുത്, എനിക്ക് അതിനോട് താല്പര്യം. എന്ത് കുന്തമെന്നല്ല, വല്ലവനും എഴുതിയത് എന്തെങ്കിലും കുന്തം അതെ, അത് പറ. അതെ, അതെ. ഇവര് അമാനു സത്യവിശ്വാസികളെന്ന്. മൗലവി എന്ന് പറയുന്നത് കേരളക്കരയിലെ എല്ലാ എല്ലാവരും സുന്നി ഷിയ അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് എന്ന് വേണ്ട എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അമാനു മൗലവി. കാരണം ആദ്യത്തെ തഫ്സീറാണ് മലയാളത്തിലെ, 50 വർഷത്തിന് മുമ്പുള്ള ആദ്യത്തെ തഫ്സീറാണ് മലയാളം പരിഭാഷ. അത്രത്തോളം ബഹുമാന്യനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഈ ഈ ഇവൻ വന്നിട്ട് പറഞ്ഞത് വല്ലവനും എന്തെങ്കിലും എഴുതിയ പുസ്തകം എങ്ങനെയുണ്ട്, എന്നിട്ട് ആ പുസ്തകത്തിൽ നിന്നാണ് പുള്ളി വായിച്ചത്. അതെ, അത് നമ്മൾ പ്ലെയിൻ ആയിട്ടല്ല വായിച്ചത്. സത്യവിശ്വാസികളെ എന്നാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഓൺലൈൻ വേർഷനിൽ കിടക്കുന്നത്. സത്യവിശ്വാസികളെ നിങ്ങൾ അസത്യം പറയുന്നു പഠിപ്പിക്കുന്ന ഗ്രന്ഥവും. പക്ഷെ അത് തന്നെയാണ് സത്യം ഒരു കുഴപ്പം. കമന്റ് പറഞ്ഞപ്പോ എന്തുവാണ്? എന്നിട്ട് ഞാനിപ്പോ വരാം. അജീഷ ഇത്രയും തരം താഴരുത്. ഞാൻ നിന്റെ പ്രവാചകനാണെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? നോട്ട് അറ്റ് ഓൾ. അത്രയും തരം തരാൻ ആർക്ക് ആ പറ്റും? അപ്പൊ പിന്നെ ഞാൻ മുഹമ്മദിന്റെ അത്രയ്ക്ക് അത്രയും തരം ഞാൻ താഴാൻ നിന്റെ ആർക്കും പറ്റും? പ്രവാചകനല്ല. ഞാനിപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. നിന്റെ പ്രവാചകൻ കുഴിയിൽ കിടന്ന് മുൻകീറിനെയും നക്കീറിനെയും കബർ ദണ്ഡനത്തിലും കബർ ശിക്ഷയിലും പരാക്രമം കബർ വിശാലമാക്കി ഫുട്ബോൾ കോർട്ട് പോലെ കിടക്കുന്ന കോർട്ടിൽ അടിമേടിച്ച് തെക്ക് വടക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ കുഞ്ഞെ. ഞാനിവിടെ ഇപ്പൊ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഞാനങ്ങനെ നിന്റെ പ്രവാചകനാണ്? ഞാൻ ഒരിക്കലും നീ വിശ്വസിക്കുന്ന നിന്റെ മുഹമ്മദ് എന്ന പ്രവാചകനല്ല. മനസ്സുകൊണ്ട് പോലും അങ്ങനെ കാണരുത് കേട്ടോ. സത്യാവോറ് പറഞ്ഞു. അല്ല ഇവർക്ക് ഈ ഒരു ബോധമില്ല. ആദ്യം റസാക്ക് വന്ന് കുറെ മേടിച്ച്, അത് കഴിഞ്ഞിട്ട് ന്യൂമാൻ വന്നത്. ഇപ്പൊ ഷെറഫിന്റെ ടേണാണ്. ഷെറഫേ വാ. ഇന്ന് ആ ശനിയാഴ്ച ഷെറഫ് വന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും. അല്ല, ഈ അഷറഫ് ഈ ഖുറാനെ കുറിച്ച് ഈ അഭിപ്രായം പറയുകയാണെങ്കിൽ അഷറഫ് പറയും, ഞങ്ങൾ അംഗീകരിക്കാം. അല്ലെ ഈ ഖുറാൻ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയ ഒരു ഗ്രന്ഥമാണ്, അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കും. അതാണ് അമാനി മൗലിയെ പറ്റി പറഞ്ഞു. ആ അദ്ദേഹത്തിന്റെ തഫ്സീർ എടുത്ത് വായിച്ചപ്പോഴാണ് ആരെങ്കിലും എന്തെങ്കിലും എന്ന്. അത് അജീഷ് ബ്രദർ വന്ന കാലം തൊട്ടേ പറയുന്നതാണ്. മലയാളത്തില് അമാനി തഫ്സീറാണ് കൂടുതൽ പേര് അംഗീകരിക്കുന്നതെന്നും അതാണ് ആദ്യം എഴുതിയ മലയാളം തഫ്സീർ എന്നും പറഞ്ഞാണ് ഇവിടെ ഉദ്ധരിക്കാറ്. അദ്ദേഹത്തെയാണ് ഇവർ ഈ അഷ്റഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന് പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ച കാര്യം പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും അല്ലല്ലോ. ഞാൻ അറബി പറഞ്ഞാലും യഹൂദനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. പിന്നെ എന്ത് സൗഹൃദമാണ് ഇത്? തഫ്സീറല്ല, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി വ്യാഖ്യാന ഗ്രന്ഥങ്ങളല്ല, ഇതിന്റെ ഒറിജിനൽ ഖുറാനില പറഞ്ഞിരിക്കുന്നത്. മുസ്ലിമുകൾക്കുള്ള ആഹ്വാനമാണ്, കൽപ്പന പോലെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ലാഹുദേവൻ നിങ്ങൾ അത് അല്ല അതുമല്ല സത്യ ബ്രദറെ. ഈ ഇവർ 400 ദിവസം റൂം ഇട്ടിട്ട് എന്ത് നേടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ അമാനി മൗലവിക്ക് ഇപ്പൊ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ആയില്ലേ. വല്ലവനുമായി അമാനി മൗലവിക്ക് കൊടുക്കുക. അതെങ്ങനെയായി? ഈ 400 ദിവസം കൊണ്ട് കിട്ടിയതാ അതൊക്കെ. കറക്റ്റാണ്. ഇവര് പല ഹദീസുകളും പല ഇനി ഖുറാൻ ആയത്ത് വരെ തള്ളും ഇവര്. ഈ 400 ദിവസം അതിൽ മേലെ നടന്ന റൂമിന്റെ ഞാൻ വേറൊരു ഒബ്സർവേഷൻ കൂടെ അതിന്റെ കൂട്ടത്തിൽ പറയാവുന്നത്, വെസ്റ്റേൺ വേൾഡിലും നാണിച്ചെന്നല്ല, ഈ ഇങ്ങനെയൊരു രീതി ഈ തക്കിയ ഉപയോഗിക്കുന്നതും ഈ കയറി വരുമ്പോഴും നമ്മുടെ ഈ ടോക്ക് തുടങ്ങിയപ്പോൾ ലേഡി വന്ന് ഇവിടെ പറഞ്ഞതുപോലെ വന്ന് ചിരിച്ച് കളിയാക്കി ഞങ്ങളെല്ലാം എന്തോ മേത്തരം ആൾക്കാരാണെന്നും നിങ്ങൾ ആരും ഒന്നും അല്ലെന്നുള്ള രീതിയിലുള്ള ഒരു എന്തോ ആക്കി ചിരിച്ചുകൊണ്ടുള്ള ഒരു ചിരിയോടുകൂടിയുള്ളവരുടെ ഈ സംസാരങ്ങളും വെസ്റ്റേൺ വേൾഡിലും ഇന്ന് ഇവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, സ്പീക്കേഴ്സ് കോർണർ എടുക്കുക. UK പോയിട്ടുള്ളവർക്കോ ഇവിടെ ഉള്ളവർക്കോ അറിയാൻ പറ്റും. ലണ്ടനിൽ ഒരു സ്ഥലമുണ്ട്, ഈ ഓപ്പൺ, നമുക്ക് യൂട്യൂബിലൊക്കെ കാണാമല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വന്നോളൊന്നുമില്ല അങ്ങോട്ടൊന്നും. അവിടെ ഇപ്പോൾ ഇവർക്കുണ്ടായിരുന്ന ഒരു മേൽക്കോയ്മ, ഇവരിങ്ങനെ വായടപ്പിച്ച് അടപ്പിച്ച് 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 നുണ പറഞ്ഞു 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 ഓഡിയൻസ് എല്ലാം ഇപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്നത് കേൾക്കാനാണ്. ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ ലൂക്ക് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരൻ പയ്യൻ, നിങ്ങളത് യൂട്യൂബിൽ കാണോ? ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. ആദ്യം ബുദ്ധമതത്തിലോട്ട് പോയി. അദ്ദേഹം ഒരു ഇങ്ങനെ ഇതുപോലെ ചെറുപ്പക്കാരൻ നിലയ്ക്ക് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ. അത് കഴിഞ്ഞ് ഏകദൈവം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഇവരുടെ ഈ മതത്തിലോട്ട് പോവുകയും ഇത് പഠിച്ചു വന്നപ്പോൾ അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പഠിക്കുന്ന ഫിലോസഫിയും ബാക്കി ദൈവശാസ്ത്രവും പഠിച്ചിട്ടുള്ളൊരു മനുഷ്യൻ. 21-22 വയസ്സുള്ളൂ, ഇംഗ്ലീഷുകാരൻ. യൂട്യൂബിലുണ്ട് കേട്ടോ, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ സ്പീക്കേഴ്സ് കോർണറിലുള്ള യൂട്യൂബ് വീഡിയോസ് എടുത്താൽ കാണാം. ഇന്ന് അതുപോലുള്ള ചെറുപ്പക്കാർ ഇവർ ഈ കളിയാക്കുമ്പോൾ ഇതൊരു രീതി ഇംഗ്ലീഷുകാർക്കോ ബാക്കി വെസ്റ്റേൺ ലോകത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു രീതി അറിയില്ല. പക്ഷെ ഇന്ന് അവരത് മനസ്സിലാക്കി കൃത്യമായിട്ട്, അതും
കൃത്യമായിട്ടുള്ള ലോജിക്കും ദൈവശാസ്ത്രവും വെച്ച് ഇവരെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഉത്തരമില്ലാതെ ഇവരിങ്ങനെ ഹാ ഹാ ഹി ഹി ഇതുപോലുള്ള ഈ ഉച്ചത്തിൽ സംസാരിച്ച് കളിയാക്കി സംസാരിക്കാനല്ലാതെ കാര്യകാരണ സഹിതം ഇന്ന് ഇവർക്ക് ഒരിടത്തും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇനി ഭാരതത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇതുപോലെ നമുക്ക് പ്രത്യേകിച്ചും അഭിമാനിക്കാൻ. ശരിക്കും അച്ഛൻ കുഞ്ഞിബ്രദറിന്റെ ഈ റൂം ഇടയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഇടയ്ക്ക് ഇപ്പം ഞാനൊക്കെ ബ്രേക്ക് എടുത്തു, അല്ലെങ്കിൽ പലരും ബ്രേക്ക് എടുത്താലും ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, ഇനി ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ഈ ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ ഒരേ സമയം അത് പലർക്ക് രാത്രിയാകുമ്പോൾ വേറെ സ്ഥലത്ത് പകലാകുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ അഹോരാത്രം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ചിരിയാണ് നമുക്ക് ഇവരൊക്കെ ഒന്നിങ്ങനെ അയ്യോ നമുക്ക് സൗഹൃദം വേണം. കാരണം ഇവർക്ക് എന്താണ്, ഇവർക്ക് നമ്മളെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ഇനി ഇവർ ശ്രമിക്കുന്ന ഒരു ശ്രമമാണെന്ത്, നമുക്ക് സൗഹൃദത്തിലായിക്കൂടെ. ഇത് നമ്മൾ ആകാമെന്നും ആകണമെന്നും പഠിപ്പിക്കുന്ന മതമാണ് നമ്മൾ. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ മതം പഠിച്ചപ്പോൾ ഞങ്ങൾ ഒരു മറുപടി കൊടുത്തോട്ടെ സത്യവാദം. അതൊന്നും താങ്കൾക്ക് അറിയില്ല, പക്ഷെ താങ്കൾ ഒരിക്കൽ കുഴിക്കകത്ത് പോകും, ഞാനെന്നല്ല എല്ലാവരും പോകും. അപ്പോൾ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് അറിയാമോ? എനിക്കറിയാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് എന്തെക്കാളും ക്രിസ്തുവിനോടുകൂടി ചേരും. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടെ കിടന്ന് അലഞ്ഞു തിരിയുമെന്നൊന്നും ഞങ്ങളുടെ പുസ്തകത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. 10 ദിവസമോ 20 ദിവസമോ 40 ദിവസമോ അല്ലെങ്കിൽ 60 ദിവസമോ ഇവിടെ കിടന്ന് ആത്മാവ് അലഞ്ഞു തിരിയുമെന്നൊന്നും ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ ക്രിസ്തുവിൽ ചേരും, പർദീസയിൽ ഇരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കള്ളന്റെ കാര്യത്തിന്മേ പറയുമ്പോൾ. പക്ഷെ നിന്റെ ആത്മാവ് എവിടെ ആയിരിക്കും? നിന്റെ ശരീരം കുഴിയിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ആ കുഴിക്കകത്തിട്ട് അടിച്ചു പൊട്ടിക്കുകയല്ലേ ചെയ്യുന്നത്? ശരിയല്ലേ? കുഴിക്കകത്തിട്ട് അടിച്ചു പൊട്ടിക്കുക മാത്രമാണോ? കൊള്ളാം. അതിൻ്റെ അകത്തുള്ള ചോദ്യങ്ങൾ എന്താണെന്നൂടെ ഞാൻ ചോദിക്കാം, പറഞ്ഞുതരാം കേട്ടോ. അഷറഫ് ഒരു കാര്യം ചെയ്യാം, അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചോണേ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോഴത്തേനും ഭീമാപ്പള്ളിയിലൊക്കെ ഒന്ന് പോയി കേട്ടോ. ഭീമാപ്പള്ളി പോയപ്പോൾ ഭീമാപ്പള്ളിയുടെ ചരിത്ര പുസ്തകം, ഭീമാപ്പള്ളി ചരിത്രം 10 രൂപ തൊക്കട പുസ്തകം, അതൊന്നും മേടിച്ചില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഖബറുമായിട്ട് ബന്ധപ്പെട്ട് ഖബർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഖബർ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, മരണമടഞ്ഞ ഒരാൾ ഖബറടക്കം ചെയ്തപ്പെട്ടാൽ ആളുകൾ പിരിഞ്ഞു പോകേണ്ട താമസം 2 മലക്കുകൾ അവന്റെ അടുത്ത് എത്തിച്ചേരുന്നു. മുൻകീറും നക്കീറുമാണ് മലക്കുകൾ അവനെ ചോദ്യം ചെയ്യുന്നു. ആരാണ് നിന്റെ ഇലാഹ്? ആരാണ് ഇത്? സത്യാബ്രതറെ, ഇത് ക്രിസ്ത്യാനിയോട് ഹിന്ദുവിനോടോ ചോദിക്കുന്നതല്ല കേട്ടോ, മുസ്ലിമിനോട് ചോദിക്കുന്നതാണ്. ഞാനിത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കും. നിങ്ങളൊക്കെ ഇത്ര നാളും അപ്പോളജിറ്റ് മേഖല വന്നല്ലേ, നിങ്ങളൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക്. അപ്പൊ 2 പേര്, മുൻകീറും നക്കീറും മലക്കുകൾ അവനെ ചോദ്യം ചെയ്യും. ആരെ? ഈ കുഴി കിടക്കുന്ന ഇവനുണ്ടല്ലോ, ഇവനെ ചോദ്യം ചെയ്യാണ്. ആരാണ് നിന്റെ ഇലാഹ്? ആരാണ് നിന്റെ റസൂൽ? നിന്റെ മതം ഏതാണ്? തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ. ഇഹലോകത്ത് സത്യവിശ്വാസത്തോടും സൽക്കർമ്മത്തോടും കൂടി ജീവിച്ചവർക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുകയുള്ളൂ. അപ്പൊ എന്റെ ചോദ്യമല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചോദ്യം ഉണ്ടാക്കാൻ പറ്റും? ഒരു ചോദ്യം ഉണ്ടാക്കുമോ നോക്കട്ടെ. ആർക്കും ചോദ്യം ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. ആരാണ് ഇലാഹെന്നല്ലേ ചോദിച്ചേക്കണ? ആരാണ് നിന്റെ ഇലാഹ്? ആരാണ് നിന്റെ ഇലാഹ്? ആരാണ് നിന്റെ റസൂല്? നിന്റെ മതം ഏതാണ്? ഇതിന് ചോദ്യം വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊന്നും മലക്കിനൊന്നും അറിഞ്ഞൂടായിരുന്നു ഇത്രയും കാലം യവൻ മുസ്ലിം ആയിരുന്നുള്ളത്. മലക്കിന് അറിഞ്ഞൂടായിരുന്ന ഇവൻ മുസ്ലിം ആയിരുന്നുള്ളത്. മലക്കിന്റെ കാര്യം വിട് സുഹൃത്തെ. അതാണ് നിങ്ങൾക്ക് ഈ സത്യബ്രദറിന് ചോദ്യം ഉണ്ടാക്കാൻ പറ്റിയോ മിസ്റ്റർ സത്യ? അല്ല, ഞാൻ ചോദിക്കുന്ന ഈ മുൻകീറിനെ നക്കീർ ഒന്നുകൂടെ വായിക്കാനല്ലോ, ഇത്രേ ഉള്ളൂ. ഞാൻ വായിക്കാം. ഇനി ഓഡിയൻസിന് ആർക്കെങ്കിലും ചോദ്യം ഉണ്ടാക്കുക. മരണമടഞ്ഞ ഒരാൾ കബറടക്കം ചെയ്യപ്പെട്ടാൽ ആളുകൾ പിരിഞ്ഞു പോകേണ്ട താമസം 2 മലക്കുകൾ അവന്റെ അടുത്ത് എത്തിച്ചേരുന്നു. മുൻകറും നക്കീറുമാണ് മലക്കുകൾ അവനെ ചോദ്യം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, ആരാണ് നിന്റെ ഇലാഹ്? രണ്ടാമത്തെ ചോദ്യം, ആരാണ് നിന്റെ റസൂൽ? നിന്റെ മതം ഏതാണ്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ. എങ്കിൽ ഈ 3 ചോദ്യമുണ്ട്. ഈ 3 ചോദ്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാക്കാമോ?
ഉം. ഈ ഈ ഇലാഹാണെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ടോ? ആ ഉണ്ട്. ഇതൊന്നുമല്ല, ഇത്രേ ഉള്ളൂ ചോദ്യം. ഈ ഭൂമിയിൽ സത്യവിശ്വാസിയായി ജീവിച്ച മുസ്ലിം ഏതാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു പച്ചപ്പൊട്ടനാണോ ഈ അള്ളാഹു എന്ന് പറയുന്നത്? നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. സർവജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഈ മരിച്ചു കഴിയുമ്പോഴത്തേനും ഉടനെ രണ്ടുപേരെ ഇറക്കി വിട്ടിട്ട് ഇവനെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ അള്ളാഹു ആരാ? ഈ ലാഹുദേവന്റെ ഇതൊന്ന് ആലോചിച്ച് നോക്കി. അച്ഛാ അതിന് പറയുന്ന മറുപടിയും പുള്ളിക്ക് ഇവർക്ക് കേൾക്കാൻ പറ്റുകയല്ലോ. ഇല്ല, കാരണം ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല. അത് പോട്ടെന്നേ. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു മുസ്ലിം ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയ ആരാ, ആ ന്യൂമാൻ, പുള്ളി ഒരു മുസ്ലിം ആണല്ലോ, അഷറഫ്. അദ്ദേഹം മരിച്ചു. ഇദ്ദേഹം മുസ്ലിം ആണെന്ന് ഈ ലാഹുദേവൻ അറിയത്തില്ലേ? അദ്ദേഹത്തിന്റെ റസൂൽ ആരാണെന്ന് ഈ ലാഹുദേവൻ അറിയത്തില്ലേ? അദ്ദേഹത്തിന്റെ മതം ഏതാണെന്ന് ഈ പുള്ളിക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാണ് ഈ കണ്ണുപൊട്ടനും ചെവിയും കേൾക്കാൻ വയ്യാത്ത ഈ രണ്ടെണ്ണത്തിനെ ഇറക്കി വിട്ടിട്ട് ഈ തമ്പേറിന് അടിക്കുന്ന കണക്ക് കൂടമായിട്ട് അടിക്കേണ്ട കാര്യം? അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഈ പുള്ളിക്ക് ഈ ലാഹുദേവന് ജ്ഞാനമില്ല എന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം ഞാൻ മരിച്ചു കഴിഞ്ഞാല് രണ്ടുപേരെ വിട്ടിട്ട് ഇതേപോലെ ചോദിക്കണമെങ്കിൽ എന്റെ ദൈവം സർവജ്ഞാനി അല്ലാന്നേ. സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടികളെ എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇവൻ എന്നാ ദൈവമാണ്? ഈ ലാഹുദേവൻ എന്നാ ദൈവമാണ്? അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്, സകല ഹൃദയ വിചാരങ്ങളെ, മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവം എന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടികളുടെ ഹൃദയ വിചാരത്തെ അറിയാൻ പറ്റണം, അവൻ എവിടെയാണെന്ന് അറിയാൻ പറ്റണം. നിലവുകളെയും ഉൾപ്പൂവുകളെയും അറിയുന്ന ദൈവം, അമ്മയുടെ ഉദരത്തിന് ആകുന്നതിന് മുമ്പേ അറിയുന്ന ദൈവം. ആ ദൈവമാണ്. മറ്റവനെ അറിയത്തില്ല. മരിച്ചു കഴിഞ്ഞപ്പോ രണ്ടവന്മാരെ കൂലിപ്പണിക്കാരെ ഇറക്കി വിട്ടിരിക്കുകയാണ്.